ഇതാണ് ലോകത്തിലേക്കും ഏറ്റവും കൂടുതൽ പ്രേതബാധ ഉണ്ടെന്നറിയപ്പെടുന്ന ലൈറ്റ് ഹൗസ്. പ്രേതം, ഗോസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി വരും അല്ലേ? അതുപോലെ ക്യൂരിയസ് ആയിട്ടുള്ള രണ്ട് സുഹൃത്തുക്കൾ ഈ പറയപ്പെടുന്ന ലൈറ്റ് ഹൗസിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ എല്ലാവരും പറയുന്ന ഒരു കഥയുണ്ട്. ഈ പറയപ്പെടുന്ന ലൈറ്റ് ഹൗസിലേക്ക് കയറിപ്പോയവരാരും തന്നെ ഇതുവരെ തിരിച്ചിറങ്ങി വന്നിട്ടില്ലെന്ന്. എങ്കിലും അതൊന്ന് പരീക്ഷിക്കണമല്ലോ എന്ന തീരുമാനത്തിൽ ഈ രണ്ട് സുഹൃത്തുക്കളിൽ ഒരാൾ ഈ പറയപ്പെടുന്ന ഹോണ്ടഡ് ലൈറ്റ് ഹൗസിന്റെ പടവുകൾ കയറാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ കൂടെയുള്ള ഈ സുഹൃത്ത് ഈ പുള്ളിയെ തടയുന്നുണ്ട്. എന്റെ പൊന്നുമോനെ കയറി പോകണ്ട, കാരണം ഇങ്ങനെ കഥ കേൾക്കുന്നു, ഡേഞ്ചർ ആണെങ്കിലോ. പക്ഷെ ഇതൊന്നും വകവെക്കാതെ ഈ പറയപ്പെടുന്ന ക്യൂരിയസ് ആയിട്ടുള്ള ഈ സുഹൃത്ത് ആ പടവുകൾ പതുക്കെ ചവിട്ടി കയറുകയാണ്. ഇവിടെ അങ്ങൊരു കോപ്പുമില്ല എന്ന മനോഭാവത്തില് ഈ പറയപ്പെടുന്ന സുഹൃത്തിനോട് തന്റെ കൂട്ടുകാരൻ പറയുകയാണ്, ഞാൻ മൊബൈലുമായിട്ടാ പോകുന്നത്, മുകളിൽ ചെന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം, ഓക്കെ, നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. അങ്ങനെ മൊബൈലും പിടിച്ചുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന ആള് ആ പടവുകൾ ഇങ്ങനെ സ്പൈറലായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും ഈ പറയപ്പെടുന്ന സുഹൃത്ത് ആ ലൈറ്റ് ഹൗസിന്റെ പടവുകൾ കയറി അതിന്റെ മുകളിലെത്തി. പക്ഷെ ശരിക്കും പറഞ്ഞ അവിടെ ഒന്നും അദ്ദേഹത്തിന് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാഴ്ചകളും കാണാൻ സാധിച്ചില്ല. ആകെയുള്ളത് ഒരു എംപ്റ്റി സ്പേസ് ആണ്. പിന്നെ കടലിലെ വ്യൂ കാണത്തക്ക രീതിയിൽ ഒരു വിശാലമായ ജാലകം മാത്രമാണ് പുള്ളിക്ക് അവിടെ കാണാൻ സാധിച്ചത്. പെട്ടെന്ന് തന്നെ ഈ പുള്ളി മൊബൈൽ എടുത്ത് സുഹൃത്തിനെ വിളിക്കാൻ വേണ്ടി നോക്കുക. പക്ഷെ അപ്പോഴാണ് കാണുന്നത് അതിൽ നെറ്റ്വർക്ക് കാണിക്കുന്നില്ല. അപ്പോഴാണ് അയാൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. തൊട്ടടുത്ത് ഒരു ചെറിയ റൂം, അതിലാകട്ടെ ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ലാൻഡ് ഫോൺ ഇരിക്കുന്നു. സംഭവം വർക്കിംഗ് ആണ്. പുള്ളി അതിന്റെ അടുത്തേക്ക് നീങ്ങുകയും ആ ഫോൺ എടുത്ത് താഴെ നിൽക്കുന്ന സുഹൃത്തിനെ കോൾ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എടാ, ഞാനിപ്പോ ലൈറ്റ് ഹൗസിന്റെ മുകളിലെ ഒരു ചെറിയ റൂമിലിരിക്കുന്ന പഴയ ഒരു ലാൻഡ് ഫോണിൽ നിന്നുമാണ് നിന്നെ കോൾ ചെയ്യുന്നത്. ഇത് കേട്ടതും താഴെ നിന്ന സുഹൃത്ത് ഞെട്ടിത്തരിച്ചു പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ അങ്ങനെ റൂമും ഇല്ല, അതുപോലൊക്കെ ഒരു പഴയ ഫോണുമില്ല. ഭയചകിതനായ ഈ മനുഷ്യൻ ആ ലൈറ്റ് ഹൗസിന് ചുറ്റും നടന്ന് തന്റെ സുഹൃത്തെ നോക്കിയപ്പോൾ കാണുന്നത് ആ ലൈറ്റ് ഹൗസിന്റെ ഏറ്റവും മുകളിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പലകയുടെ പുറത്ത് ഫോണും പിടിച്ചുകൊണ്ട് സംസാരിച്ചു നിന്ന തന്റെ കൂട്ടുകാരൻ തൊട്ടടുത്ത നിമിഷം ഒരു കാറ്റടിച്ച് കടലിലേക്ക് വീണ് മരിക്കുന്ന കാഴ്ചയാണ്. ശരിക്കും അന്ന് അവിടെ എന്താകും സംഭവിച്ചിട്ടുണ്ടാവുക? ഈ മനുഷ്യന്റെ മരണത്തിന് മുമ്പ് പ്രേതങ്ങളായിരിക്കുമോ, അതോ മറ്റെന്തെങ്കിലുമാണോ? നിങ്ങൾ ഈ പറയപ്പെടുന്ന ഗോസ്റ്റ്, പ്രേതങ്ങൾ, ആത്മാക്കൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വോട്ടിംഗ് പോളിൽ യെസ് എന്നും, വിശ്വസിക്കുന്നില്ലെങ്കിൽ നോ എന്നും വോട്ട് ചെയ്യുക. നിങ്ങൾക്കോ നിങ്ങൾക്കറിയാവുന്നവർക്കോ ഇതുപോണക്ക് എന്തെങ്കിലും പാരനോർമൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രേതാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.